നിങ്ങൾക്ക് സമയം എനിക്ക് ഭയങ്കര പേടിയുണ്ട് എപ്പോഴും അത് ബെല്ലടിക്കാന്നില്ല. കാരണം ബെല്ലടി എന്ന് പറഞ്ഞാൽ നമ്മളെ സമയം കഴിഞ്ഞെന്ന് പറയുന്നത്. ഞാനിതിലേ ഏതെങ്കിലും ഒരു 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടോ. ഒരു സ്ട്രോനെ ഞാൻ 6 സെൻറ്റിമീറ്റർ എടുത്തു. മേജിക്കാട്ടോ. ഇതിലൊരു 4ഉം 5ഉം 4ഉം 2ഒക്കെ എടുക്കാൻ പറ്റും. ഇവിടെ ഈ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഞാൻ അതിൽ എയർ ബ്ലോ ചെയ്യാണ്, ഊതാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന പാനിൻ്റെ ടോപ്പ് വെച്ച് ചെയ്യാറില്ല, അത് തന്നെയാണ് ഇത്. ഇവിടെ നോക്കി കേട്ടോ, ഞാൻ ഈ സ്ട്രോൻ്റെ ഒരറ്റം ക്ലോസ് ചെയ്തിട്ട് ഇത് കൂടെ എന്ത് ചെയ്യാണ്, ഊതാണ്. ഊതുന്ന സമയത്ത് നോക്കിക്കോളൂ, ഒരു സൗണ്ട് ഉണ്ടായി. ഇനി വേറെ ഇത് എത്ര അമ്മൂന്നെന്നാ പറഞ്ഞാൽ ഇത് കൂടെ ഊതുമ്പോൾ അതേ ഫ്രീക്വൻസി ആണ് വരുന്നത്. നമുക്ക് നോക്കി നോക്കാം. നോക്കിക്കട്ടാ, ചെവിയിൽ മനസ്സിലാക്കിയ മെഷറിയൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതും ഒന്നാണോ? അതായത് ഇതും ആ ചെവിയിലുണ്ടാവണം കേട്ടോ. ഇതും ഒന്നാണോ? ഒരേ സൗണ്ട് ആണോ? ഒരേ പിച്ചാണോ? അല്ല. എന്താ ഏതിനാ പിച്ച് കൂടുതൽ? ചെറുതിന് പിച്ച് കൂടുതലാണ്. പക്ഷെ ഞാനിത് എക്സാക്ട് ഇതിന്റെ ഫ്രീക്വൻസി എത്രയെന്ന് ഞാൻ പറയാൻ പോവാണ്. അതവിടെ അളക്കുമ്പോഴും അതേ ഫ്രീക്വൻസി ആവണം. ഞാൻ ആദ്യം കണക്കൂട്ടോ, കണക്കൂട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിതിൽ ഊതുമ്പോൾ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ, ഒരു വേവ് ഇങ്ങോട്ടും പോവും, ആ വേവിന്റെ കയ്യുമ്പോൾ തട്ടിയിട്ട് എന്ത് ചെയ്യും, അത് സൗണ്ട് വേവ് റിഫ്ലക്ട് ചെയ്ത് വരും. ഒരു വേവ് അങ്ങോട്ട് പോയി, ഒരു വേവ് ഇങ്ങോട്ട് വന്നു. ഈ 2 വേവുകളും കൂടി എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. സൂപ്പർ ഇമ്പോസിബിൾ. ഇവർ കൂട്ടിമുട്ടിയിട്ടുണ്ടാവുന്ന ഒരു പാറ്റേൺ പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുന്നത്. എന്താ പറയാ? സ്റ്റാൻഡിങ്. അതായത് ഒരു വേവ് ഇങ്ങോട്ട് വന്നു. വേവ് നമ്മൾ ചിത്രം കണ്ടതല്ലേ, ഇങ്ങനെ വേവ് ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു വേവ് അങ്ങോട്ട് പോയി, ഇത് എവിടെയെങ്കിലും തട്ടി, ആ തട്ടിട്ട് എന്താണ് തിരിച്ചത് ഇങ്ങോട്ട് വന്നു എന്ന് ഇരുത്താം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ 2 വേവുകളും കൂടി കൂടിച്ചേർന്നിട്ട് ഈ രൂപത്തിലുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേണിന് പറയുന്ന പേരാണ് സ്റ്റാൻഡിങ് വേവ്. വെറുതെ തമാശ കേട്ടാൽ മതി, സ്റ്റാൻഡിങ് വേവ്. ഈ സ്റ്റാൻഡിങ് വേവ് ട്രാവലിംഗ് വേവ്, ആദ്യം പറഞ്ഞ ട്രാവലിംഗ് വേവ് എന്നൊക്കെ പറയാം. സ്റ്റാൻഡിങ് വേവ് ട്രാവലിംഗ് വേവ് തമ്മിൽ വ്യത്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചോന്ന പിന്നെ പ്ലസ് വണ്ണിലൊന്നും പഠിക്കണം. ട്രാവലിംഗ് വേവ് എന്ന് പറഞ്ഞാൽ ഈ എയർ മോളിക്യൂളാണല്ലോ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ എല്ലാ എയർ മോളിക്യൂളും ഒരേ ആംപ്ലിറ്റ്യൂഡിൽ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. ഒരേ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യാം. അതിന് പറയാം, ഓരോ പാർട്ടിക്കിളും വൈബ്രേറ്റ് ചെയ്യുന്ന എന്താണ്, സെയിം ആംപ്ലിറ്റ്യൂഡിലേക്കാണ് ട്രാവലിംഗ്.